വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കും. ഇതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ സഹായിച്ചിട്ടുള്ള വിവരങ്ങൾ, അതുകൊണ്ട് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായങ്ങൾ സമയബന്ധിതമായി തന്നെ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലൊരു സംഭവം സംസ്ഥാനത്തെ ഒരു വിദ്യാലയങ്ങളിലും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ അവസാനം ഇടപെട്ട് ജില്ലാ കളക്ടർമാരുടെയും ജില്ലയിലെ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ തന്നെ യോഗം വിളിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഫിറ്റ്നസ് ഓരോ സ്കൂളിലും ഒരു മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കാതെ സ്കൂൾ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ബന്ധപ്പെട്ടവർക്കെതിരെ കർശന നടപടി എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അന്വേഷണം പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഓണം കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടും. എല്ലാവരും ഓണം പരീക്ഷയുടെ തിരക്കിലാണ്. എല്ലാവരും ഓണപരീക്ഷയുടെ തിരക്കിലായതുകൊണ്ട് ഓണാഘോഷം കഴിഞ്ഞിട്ട് ഒക്കെ മാത്രമേ അത് കിട്ടുകയുള്ളൂ. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 80,000 ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അതിലൊരു 200 ടീച്ചർമാർക്ക് പിന്നെ ഒരു കുട്ടിയുടെ ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.